ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗ്. ഇന്ന് നമുക്കൊരു രസം ഉണ്ടാക്കിയാലോ. അപ്പോൾ രസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പറഞ്ഞാൽ 3 തക്കാളി എടുത്തിട്ടുണ്ട്, മല്ലിച്ചെപ്പ്, മുളക്, അതുപോലെ തന്നെ കറിവേപ്പില, നല്ല ഈസ്റ്റേൻ്റെ രസപ്പൊടി, കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചത്, കുരുമുളക്, മല്ലി, വെളുത്തുള്ളി ഇത് ചതച്ചത്, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു രസം ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തക്കാളി ഇട്ടു. ഈ തക്കാളി ഒന്ന് വാടിയിട്ട് വെള്ളം ഒഴിക്കുക. ഉപ്പിട്ടു. ഇതൊന്ന് തിളച്ച് വരട്ടെ അച്ഛാ. അപ്പം അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാലച്ചാ. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചതച്ച് വെച്ച വെളുത്തുള്ളി, കുരുമുളക്, മല്ലി ഇതിക്ക് ഇടുക. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിക്ക് കുറച്ച് രസപ്പൊടി ഇടുക. പക്ഷെ കൂടുതലൊന്നും ഇട്ടാലും കുഴപ്പമില്ലല്ലോ അച്ഛാ. ആവശ്യത്തിന്. അതുകൊണ്ടാണ് കുറച്ച്. നല്ലോണം ഇടക്കി കൊടുക്കുക. ഇനി പുളി ഒഴിക്കുക. ഇതിക്ക് പുളി ഒഴിക്കട്ടെ. എല്ലാവരും വീട്ടിലും ഇങ്ങനെയാണോ രസം ഉണ്ടാക്കുന്നത്? ഇതിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ എനിക്ക് ഇനി അടുത്ത രസം വെക്കുമ്പോൾ അതൊക്കെ ചേർത്ത് ഉണ്ടാക്കാമല്ലോ അല്ലേ അച്ഛാ? നല്ലോണം തിളക്കിണ്ട്. വറുത്തിടാൻ പോവുകയാണ്. ആദ്യം എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ടു. ഇനി ഇതാ ചുവന്ന മുളക് അതിക്കിടുകയാണ്. അത് കഴിഞ്ഞ് കരിവേപ്പില. അപ്പോൾ നമ്മൾ ഇതിക്ക് വറവിട്ടു. അടിപൊളി രസമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ രസം ഉണ്ടാക്കൽ. മല്ലിച്ചെപ്പും കൂടി ഒന്ന് വിതറി കൊടുക്കുക. അങ്ങനെ നല്ലൊരു പാത്രം കൊണ്ട് ഇളക്കിയിട്ട് നല്ലൊരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോറിനൊന്ന് കൂട്ടി വെക്കും. സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ രസം ഉണ്ടാക്കണ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നാളെ പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.